ഹലോ, വെൽക്കം ടു ധന്യാസ് ഫുഡ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. ഇതൊരു മുഗളായി ഡിഷാണ്. ഇതിൻ്റെ പേര് ഷാഹി തുക്ക. ഇത് പണ്ട് കാലത്ത് മുഗളായി സൈഡിലൊക്കെ ഇഫ്താറിന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഷാഹി തുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പേര് കേൾക്കുന്ന പോലെ അത്ര വലിയൊരു ഡിഫിക്കൽട്ട് വർക്കൊന്നും അല്ല കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ ബ്രൗൺ സൈഡൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മിൽക്കാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്, ഒരു 20 ബദാം ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 കാഷ്യൂ നട്ട്സും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 പിസ്താഷ്യം ഇതുപോലെ നീളത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗീ ആണ്. പിന്നെ ഒരു പിഞ്ച് സാഫ്രോൺ. പിന്നെ നമ്മൾ ഈ ബ്രെഡ് ആദ്യം തന്നെ നമ്മൾ ഓയിലൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഗളായി ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് പീസസ് എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ബ്രെഡ് പീസസ് ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബ്രെഡ് പീസസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ബ്രെഡ് പീസ് നല്ലപോലെ ബ്രൗൺ കളറാവും. ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് അതെടുത്ത് മാറ്റാം. നമ്മളിത് ഓയിലിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. ഇതുപോലെ നമ്മൾ ഓരോ ബ്രെഡ് പീസസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഞാനിവിടെ എല്ലാ ബ്രെഡ് പീസസും നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ബ്രെഡിലേക്ക് ചേർക്കാനുള്ള ഒരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് മിൽക്കിലാണ്, സ്വീറ്റ് ഗ്രേവിയാണത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ മിൽക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് ചേർക്കുകയാണേ. ഇനി ഈ മിൽക്ക് നല്ലപോലെ ബോയിലായിട്ട് ഈ 1 കപ്പ് മിൽക്ക് എന്നുള്ളത് ഒരു 3/4 കപ്പ് മിൽക്ക് അതുവരേക്കും നല്ല തിക്കായിട്ട് അതിലെ ആ ജലാംശമൊക്കെ മാറി നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അതുവരേക്കും നമുക്കിത് തിളപ്പിക്കാം. ഇപ്പം മിൽക്ക് നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു 3/4 ആവുള്ളൂ. ഈ മിൽക്കിൻ്റെ എമൗണ്ട് ഒരു 3/4 ഗ്ലാസ് ആവുന്നത് വരേക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മിൽക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു പിഞ്ച് സാഫ്രോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സാഫ്രോൺ ചേർക്കുമ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ ടെക്സ്ചർ ഒന്ന് ചെറുതായിട്ട് മാറും. ഒരു ലൈറ്റിഷ് യെല്ലോ കളർ വരും. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. അതിങ്ങനെ സിമ്മിൽ കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ സാഫ്രോൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ കുറുക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഗീയിൽ റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഗീ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. ഗീ ഇവിടെ മെൽറ്റായിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബദാം ആദ്യം തന്നെ ചേർക്കാം. ഈ ബദാം റോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം ടൈം വേണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ബദാം ചേർത്തത്. അപ്പോൾ ബദാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പിസ്താഷ്യൂ ചേർക്കാം. പിസ്താഷ്യൂ കുഞ്ഞു പീസുകളായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വന്നു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗീയോട് കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ ഡെസേർട്ടിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി കുഴിയുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം മിൽക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ ഫ്രൈ ചെയ്ത ബ്രെഡ് വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മിൽക്ക് ചേർക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഗീയിലാണല്ലോ ഫ്രൈ ചെയ്തത്, അപ്പോൾ ആ ഗീ നമ്മൾ ചേർക്കുകയാണേ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ ബ്രെഡ് ചേർക്കാം. ഞാനിവിടെ 2 ലെയർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രെഡ് ഉള്ളതിനനുസരിച്ചിട്ട് ഈ ബ്രെഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ എഗെയിൻ ഞാൻ മിൽക്ക് ചേർക്കുവാണേ. അപ്പോൾ ഇവിടെ ഞാൻ 2 ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു മിനിമം ഒരു 1 അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ മിൽക്കൊക്കെ നന്നായിട്ട് കൂളായിട്ട് വരും. അതുപോലെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് തിക്കും ആവും. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊരു 1 അവർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. മിൽക്കൊക്കെ നല്ല കൂളായി വന്നിട്ടുണ്ട്, കുറച്ചും കൂടി തിക്കുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡെസേർട്ട് കഴിക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ധന്യ മനോജ് സൈനിങ് ഓഫ്. ബൈ.